1971 ഐതിഹാസികമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൻ്റെ 50-ാം വാർഷികമാണ്. 1971 ഡിസംബർ 3-ാം തീയതിയാണ് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഏതാനും വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കുകയും സൈനിക കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ ബോംബാക്രമണം തീരെ വിജയിച്ചില്ല എന്നുള്ളൊരു സത്യമാണ്. അന്ന് രാത്രി തന്നെ ഇന്ദിരാഗാന്ധി കാൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിൽ പറന്നു വന്നു. ക്യാബിനറ്റ് യോഗം വിളിച്ചുകൂട്ടി പാകിസ്ഥാനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഡിസംബർ 4-ാം തീയതി യുദ്ധം തുടങ്ങാൻ അതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അതിന് ഔപചാരികമായൊരു സ്വഭാവം കൈവന്നത് ഈ പ്രഖ്യാപനത്തോടുകൂടിയായിരുന്നു എന്ന് മാത്രം. ഏതായാലും യുദ്ധം വളരെ ഗംഭീരമായിട്ട് നടന്നു. ഏതാണ്ട് ഡിസംബർ 10-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ സൈന്യം ഡാക്കയുടെ പടിവാതിൽക്കലെത്തി. ജനറൽ സാം മനേക്ഷ പാകിസ്ഥാന് അന്ത്യശാസനം നൽകി. ഡിസംബർ 16-ാം തീയതി പാകിസ്ഥാൻ സൈന്യനായകൻ അമീർ അബ്ദുള്ള നിയാസി അദ്ദേഹം തോക്കും മറ്റ് സൈനിക ചിഹ്നങ്ങളും ഊരിവെച്ച് കീഴടങ്ങി. ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങി. 93,000 സൈനികർ അദ്ദേഹത്തോടൊപ്പം കീഴടങ്ങി എന്നുള്ളതാണ് ചരിത്രം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കമായിരുന്നു അത്. ഞാൻ യുദ്ധത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. യുദ്ധത്തെക്കുറിച്ച് മുമ്പ് പലതവണ പറഞ്ഞാണ്. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഇന്ത്യയുമായിട്ടുള്ള അന്തിമ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം മുന്നേറുന്നു. പടിഞ്ഞാറൻ മുന്നണിയിലും കിഴക്കൻ മുന്നണിയിലും ഇന്ത്യ വലിയ പരാജയം നേരിടുന്നു. പാകിസ്ഥാൻ്റെ സൈനികർ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്നു ഇന്ത്യയുടെ ആക്രമണത്തിനെതിരായിട്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളും ബോംബിട്ട് തകർത്ത് കഴിഞ്ഞു. ഇന്ത്യയുടെ കവചിത സൈന്യം തിരിഞ്ഞു ഓടുകയാണ്. ഇന്ത്യക്കാരുടെ ആപ്പീസ് പൂട്ടി. അധികം വൈകാതെ കാശ്മീർ നമ്മൾ പിടിച്ചെടുക്കും. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പാകിസ്ഥാൻ്റെ പച്ചക്കൊടി പാറും എന്നൊക്കെയാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരൊക്കെ ഇത് കേട്ട് വിശ്വസിച്ചു. പാകിസ്ഥാൻ റേഡിയോയുടെ ഈ ദുഷ്പ്രചരണം കേട്ട് വിശ്വസിക്കുന്ന തുള്ളിച്ചാടുകയും ചെയ്തൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ നാട്ടിൽ പോലുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു. അന്ന് ഇത്ര ജമാഅത്തെ ഇസ്ലാമിക്കാർ നമ്മുടെ നാട്ടിലില്ല, എന്നാലും കുറച്ച് പേരുണ്ട്. ഇവരൊക്കെ ഇത് കേട്ട് വളരെ ആവേശഭരിതരായി. അവർ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെതിരായിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും സോവറിനിറ്റിയും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന അഭിപ്രായക്കാരാണ്. മുജീബ് റഹ്മാനോട് വലിയ എതിർപ്പും വിപ്രതിപത്തിയും ഉള്ളവരാണ്. പാകിസ്ഥാൻ്റെ സ്തുതിഗായകരാണ്. പാകിസ്ഥാനെ യുദ്ധത്തിൽ ജയിക്കണമെന്നും ഇന്ത്യയിൽ നിന്ന് കാശ്മീർ പിടിച്ചെടുക്കണമെന്നും ഇവർ വല്ലാതെ ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറമ്പയത്തും കോട്ടായിലൊക്കെ ഉള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും റേഡിയോ പാകിസ്ഥാനാണ് കേട്ടിരുന്നത്. അത് പൊട്ടലും ചീറലൊക്കെ കേട്ട് അതിൻ്റെ കൂടി അവർ കേട്ട ഒരു വാർത്ത പാകിസ്ഥാൻ എയർഫോഴ്സ് കൊച്ചിയിൽ ബോംബിട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ കൊച്ചിയിൽ പോയിട്ട് കറാച്ചിയിൽ പോലും ബോംബിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അവരുടെ വിമാനങ്ങളൊക്കെ തകർന്നു വരും. പക്ഷേ നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇത് കേട്ട് തുള്ളിച്ചാടി. ഏതായാലും ഡിസംബർ 16-ാം തീയതി പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർക്ക് മനസ്സിലായി യുദ്ധം തോറ്റു എന്നുള്ളത്. യുദ്ധം തോറ്റു എന്ന് മനസ്സിലാവും മാത്രമല്ല അവർ യഹിയ ഖാനെ അടിച്ച് പുറത്താക്കി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ ഇന്ത്യ ബംഗ്ലാദേശ് കീഴടക്കി എന്നുള്ളത് ഒരു സ്റ്റണ്ടാണ് എന്ന് വിശ്വസിച്ചു. മാത്രമല്ല അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി പടിഞ്ഞാറൻ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. കിഴക്കൻ മേഖല പൂർണ്ണമായിട്ട് കീഴടക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വെറുതെ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്ത് യുദ്ധോപകരണങ്ങൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധം അവസാനിപ്പിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സത്യത്തിൽ പാകിസ്ഥാൻ അത് വലിയ ആശ്വാസമായി. അപ്പോൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ തുള്ളിച്ചാടി. കണ്ടോ, ഇന്ദിരാഗാന്ധി യുദ്ധം തോറ്റതുകൊണ്ടാണ് വെടിനിർത്തിയത്, പടിഞ്ഞാറൻ മേഖലയിൽ നമ്മളാണ് ജയിച്ചത് എന്ന് മേനി നടിച്ചു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി സിംല കരാറുണ്ടാക്കി. സൈനികരെ വിട്ടയച്ചു. പാകിസ്ഥാൻ പോലും ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു, കണ്ടതേ ഇന്ദിരാഗാന്ധി തോറ്റതുകൊണ്ടാണ് സൈനികരെ വിട്ടയച്ചത്, ഇന്ത്യയാണ് തോറ്റത്, പാകിസ്ഥാനാണ് ജയിച്ചത്, ഒരിക്കലും ഈ കാഫറുകൾക്ക് നമ്മുടെ ആൾക്കാരെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം മുജീബ് റഹ്മാനെ സൈനികർ ഒരു 1975 ആഗസ്റ്റ് 15-ാം തീയതി വെടിവെച്ച് കൊന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കണ്ട, മുജീബ് റഹ്മാൻ കള്ള ഹിമാറാണ്, അവനെ കൊന്നല്ലോ, ഇനി നമ്മളെ കാര്യം കുശാലായി, ഇനി ബംഗ്ലാദേശ് പിരിച്ചുവിട്ട് പാകിസ്ഥാൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കും എന്ന് പറയും. ഇപ്പോൾ പോലും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. അതായത് ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു അബ്രാഹ്മണ സ്ത്രീക്ക് ഒരു ബ്രാഹ്മണ യുവാവിൽ ജനിച്ച ജാരസന്തതിയാണ്. ആ ജാരസന്തതി ആയതുകൊണ്ട് അവളുടെ അച്ഛൻ ഒരു മുസ്ലിമായ വക്കീൽ കുമസിന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇയാൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന പേര് സ്വീകരിച്ചാണ്. ഇത് പറഞ്ഞാൽ ഇവരിപ്പോഴും സമാധാനിക്കണം, പാവങ്ങൾ പോട്ടെ.
ഇതിപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ സംഗതി വളരെ സിമ്പിളാണ്. നമ്മുടെ പാലസ്തീൻ യുദ്ധത്തിൻ്റെ കാര്യമാണ്. പാലസ്തീൻ യുദ്ധം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. ആദ്യം ഒരു വെടിനിർത്തലുണ്ടായതാണ്. പക്ഷേ പിന്നെയും ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചു. ബോംബ് ഇങ്ങനെ കൊടുത്ത് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. പടിഞ്ഞാറൻ ഗാസ കല്ല് ശേഷിക്കാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി. ഖാൻ യൂനിസിലും വലിയ യുദ്ധം നടന്നു. ഇപ്പോൾ ഗാസയിലുള്ള ഏതാണ്ട് 80% ആൾക്കാരും കുടുക്കിയെടുത്ത് ഓടി രക്ഷപ്പെടുകയാണ് എന്നാണ് പത്രത്തിൽ വായിച്ചത്. അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഇസ്രായേലിൻ്റെ തേർവാഴ്ച എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഈ മൗദൂദി ചാനൽ മാത്രം യുദ്ധം തുടങ്ങിയ അന്ന് മുതൽക്ക്, അതായത് ഒക്ടോബർ 7 മുതൽക്ക് ഹമാസിൻ്റെ വമ്പിച്ച വിജയം, ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ്, ഹമാസിൻ്റെ വീരോചിതമായ ആക്രമണം, ഗാസയിൽ അവർ ചെറുത്ത് നിൽക്കും, ഇസ്രായേലിനെതിരെ തിരിച്ചടി ഉണ്ടാവും, ഇവരെ സഹായിക്കാൻ വേണ്ടി സൗദി അറേബ്യ വരും, അവരെ സഹായിക്കാൻ വേണ്ടി ഇറാൻ വരും. ഇവരെ ഏറ്റവും വലിയ സൗദി അറേബ്യയ്ക്കും ഈ മൗദൂദികൾക്ക് വരെ ഏറ്റവും എതിർപ്പുള്ള രാജ്യമാണ് ഇറാൻ ഉടനെ വരും. അൽ ഖസം ബ്രിഗേഡ് തീവ്രമായിട്ട് യുദ്ധം ചെയ്തു. ഇസ്രായേലിൻ്റെ കമാൻഡറെ വധിച്ചു. പിന്നെ 10,000 ഇസ്രായേലികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ ചിത്രമൊക്കെ എടുത്തിട്ട് ഇത് വാട്സപ്പിൽ കൂടിയുള്ള പ്രചരണമാണ്. യുദ്ധത്തിൽ എങ്ങനെ പോയാലും ഇസ്രായേൽ ജയിക്കില്ല, നെതന്യാഹുവിന് രാത്രി ഉറക്കമില്ല എന്നൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം ഉണ്ടായ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചർച്ച എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഈ ചുണ്ടങ്ങ് കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുകയാണോ ഹമാസ് എന്ന വിഷയമാണ്. ഇത് ചുണ്ടങ്ങയുടെ വിഷയമല്ല, ഇവിടെ കൊണ്ടുവന്ന് നിൽക്കില്ല എന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൻ ജനാബ് നമ്മുടെ ദാവൂദ് സാഹിബ് പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ചുണ്ടങ്ങ കൊടുത്ത് ഇവർ വഴുതനങ്ങ അല്ല വാങ്ങിച്ച്, മത്തങ്ങ പോലും അല്ല, ഭയങ്കര എടുത്താൽ പോകാത്ത വരിക്കച്ചക്കയായിരുന്നു. അത് നമ്മൾ കണ്ടല്ലോ. അവിടെ കൊണ്ട് തീർന്നില്ല. മാത്രമല്ല ഈ യഹൂദന്മാർ, ഇസ്രായേലാണെങ്കിൽ കണ്ണിച്ചോരയില്ലാത്ത വിഭാഗക്കാരാണ്. അവർ എത്ര ആളെ കൊന്നാലും ഇവരുടെ പ്രതികാരം തീരുകയില്ല. പ്രതികാരത്തിൻ്റെ ദൈവമായി യഹോവയെ പ്രകാശിക്കണമേ എന്നാരംഭിക്കുന്ന ഒരു സങ്കീർത്തനം തന്നെ ഈ ബൈബിളിലുണ്ട്. ഇവരിതാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല 1000 നിരപരാധികൾ കൊല്ലപ്പെട്ടാലും ഒരൊറ്റ കുറ്റവാളി രക്ഷപ്പെടരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം ആളെ കൊല്ലണമെന്ന്. മരണസംഖ്യ 20,000-ഓട് അടുക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ മൗദൂദികൾ പറയുന്നത് നെതന്യാഹുവിന് രാത്രി ഉറക്കമില്ല, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ഇസ്രായേൽ കീഴടക്കും, യഹൂദന്മാരെല്ലാവരും സ്ഥലം വിറ്റ് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തേക്ക് കുടികയറും. അത് കഴിഞ്ഞാൽ പിന്നെ പാലസ്തീൻ പുഴ മുതൽ കടൽ വരെ, യോർദാൻ നദി മുതൽക്ക് മെഡിറ്ററേനിയൻ സീ വരെ അറബികളുടെ സ്വന്തമായിരിക്കും. ഇനി അറബികളെ പിടിച്ചാൽ കിട്ടുകയില്ല. സത്യം പറഞ്ഞ് ഇവരെ സഹായിക്കാൻ ആരുമില്ല, പാവങ്ങൾ. ഈ പാലസ്തീൻകാരുടെ കാര്യം വലിയ കഷ്ടമാണ്. അവരെ സഹായിക്കാൻ ഈജിപ്തില്ല, അവരെ സഹായിക്കാൻ ജോർഡാനില്ല, അവരെ സഹായിക്കാൻ സിറിയ ഇല്ല. അവരെ വാഗൊണ്ട് മാത്രം ഖത്തർ സഹായിക്കും. അതുതന്നെ അവരെ സഹായിക്കാനല്ല, ഇസ്രായേലിനെതിരായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇറാൻ വെല്ലുവിളി മുഴക്കും. പക്ഷേ അവരാരും യുദ്ധത്തിനൊരു സഹായം ചെയ്യുകയില്ല, ഒറ്റ തോക്കോ ഉണ്ടയോ കൊടുക്കുകയില്ല. ഇവരെ ഈ വീരവാദം മാത്രമേ ഉള്ളൂ. ഇവിടെ മൗദൂദികൾ പഴയ പരിപാടിയാണ്. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ത്യ തോറ്റു, പാകിസ്ഥാൻ ജയിച്ചു, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം വ്യാജമാണ്, ഇന്ത്യയുടെ പുറപ്പകൻ്റെയാണെന്ന് പറഞ്ഞ പോലെ അതേ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇത്ര കൊല്ലത്തിന് ശേഷവും 52 കൊല്ലം കഴിഞ്ഞിട്ട് അതേ പല്ലവി പാടുകയാണ്. പക്ഷേ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശ് യുദ്ധം നടക്കാലത്ത് മാധ്യമവും പത്രവും ഉണ്ടായിരുന്നില്ല, നമ്മുടെ മീഡിയ വൺ ചാനലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് രണ്ടും ഉണ്ട്. ഈ രണ്ടും ഉള്ളിടത്തോളം കാലം ഇതുപോലത്തെ വായ്ത്താരികൾ മുഴക്കി ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കാം എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. മൂഢസ്വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നത്, അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പല്ലവി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബോംബെടുത്തു, ഇസ്രായേലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു, നെതന്യാഹുവിൻ്റെ ഇടപാട് കഴിഞ്ഞു, ഇസ്രായേലിൻ്റെ 10,000 സൈനികർ കൊല്ലപ്പെട്ടു, അവർ 5 പേര് മരിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്. 5 പേരല്ല, അതിൽ കൂടുതൽ ആൾ മരിച്ചു. 50 പേര് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 500 പേരെങ്കിലും കുറഞ്ഞത് മരിച്ചിട്ടുണ്ടാവും. തുരങ്കത്തിൽ കയറി യുദ്ധം ചെയ്യാനായിട്ട് ഇസ്രായേലുകാർക്ക് അറിയാൻ പാടില്ല. ഇസ്രായേലിൻ്റെ ആപ്പീസ് പൂട്ടി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ UN ജനറൽ അസംബ്ലി പ്രമേയം പാസ്സാക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ ഉടനെ തന്നെ പ്രമേയം പാസ്സാക്കും. പക്ഷേ ഇസ്രായേലുകാർ അത് അംഗീകരിക്കില്ല എന്ന് മാത്രമേ. അപ്പോൾ ഈ കലാപരിപാടി ഇവരിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ ചെയ്യാമെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. പാവപ്പെട്ട പാലസ്തീൻകാരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുപോലെയുള്ള ചാനലുകളുള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രം. അവരെ ഉദ്ദേശമല്ല, ഇത് കാണുന്ന ബാക്കി ആൾക്കാരെ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.